വിശുദ്ധ മിഖായേലിൻ്റെ തിരുനാൾ മഹോത്സവത്തിനായി ധന്യതയാർന്ന ആത്മാവോടെ ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശംസ നിറഞ്ഞ ഹൃദയത്തോടെ കാർമ്മികരായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഈ ഇടവകയിലും പുറത്തുനിന്നെത്തിയ ഭക്തരായ വിശ്വാസികളെ, നിങ്ങൾക്കേവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിക്കുന്നു. വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥത്താൽ പുതുക്കുറിച്ചി ഇടവക മേൽക്കുമേൽ ആത്മീയ ഉണർവിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ മഹത്തായ അടയാളമായിട്ടാണ് ഈ തിരുനാളിനായി ഇടവക ജനം ഒരു മനസ്സോടെ കർമ്മനിരതരാകുന്നത്. തുടർന്നുള്ള ദിനങ്ങളിലും നമ്മൾ ഐക്യത്തോടെ ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്നവരാകാൻ പരിശ്രമിക്കാം. യേശുനാഥൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും ആകാൻ വരം നൽകി. അതുപോലെ നാമും വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യേണ്ടതുണ്ട്. എഫേസോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. അതിനായി നമ്മെ കരുണയുള്ള മനുഷ്യരാകാൻ യേശു വിളിക്കുകയാണ്. ഈ ബലിയിലൂടെ നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് അവിടുന്ന് വന്നത്. ചുങ്കക്കാരും പാപികളോടും കൂടെ ഭക്ഷണത്തിനിരുന്നു കൊണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം എന്ന് അരുൾ ചെയ്തതിലൂടെ ബലിയല്ല, കരുണയാണ് യേശു ആഗ്രഹിക്കുന്നതെന്ന് വെളിവാക്കുകയാണ്. ആ കരുണയുടെ സ്വരം നമ്മുടെ ഹൃദയങ്ങളിലും മാറ്റൊലി കൊള്ളണം. അതിനാലാണ് സങ്കീർത്തകൻ അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു എന്ന് പാടുന്നത്. കരുണയുള്ള ഹൃദയം നേടാൻ നമുക്കും പരിശ്രമിക്കാം. ബന്ധങ്ങൾക്ക് വേണ്ടത്ര വില കൽപ്പിക്കാതെ പലപ്പോഴും നമ്മളും കുടുംബത്തെയും സഹോദരങ്ങളെയും നിന്ദിക്കുകയും തള്ളിപ്പറയുകയും സഹോദര സ്നേഹവും സഹവർത്തിത്വവും വെടിഞ്ഞ് ക്രൂരമായി പെരുമാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബലിയർപ്പണത്തിൽ പങ്കുകാരാകാൻ നമ്മൾ യോഗ്യരാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചെയ്തുപോയ പിഴവുകൾക്കുള്ള പശ്ചാത്താപമാകട്ടെ ഈ ബലിയർപ്പണം. ജ്ഞാനമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ മൂല്യം. അത് നേടിയെടുക്കാൻ യേശുവാകുന്ന ഗുരുവിനെ നമുക്ക് പിന്തുടരാം. ആ അറിവിൻ്റെ തണലിലിരുന്നു കൊണ്ട് മാനവസ്നേഹത്തിൻ്റെ പുതിയ പ്രകാശ ഗോപുരങ്ങൾ നമുക്കുയർത്താം. ആത്മശക്തിക്കായി സ്വർഗീയ ദൂതനായ മിഖായേൽ മാലാഖയോട് മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ മഹാസൈന്യങ്ങളുടെ നായകനായ മിഖായേലെ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ദുഷ്ടതയെ എതിർക്കാനായി ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ദൈവത്തിൻ്റെ കരുണയിലൂടെ ഞങ്ങളുടെ ആത്മാവിന് ധൈര്യം നൽകണമേ. ദൈവത്തിൻ്റെ കരുണയിലൂടെ ഞങ്ങളുടെ ആത്മാവിന് ഉണർവും ഉറപ്പും ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയോടെ അചഞ്ചലമായ വിശ്വാസത്തോടെ നമുക്ക് ഈ ദിവ്യബലിയിൽ പങ്കുചേരാം. പ്രവേശന ഗാനത്തിനായി നമുക്കൊരുങ്ങാം. മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ. പാവനമീ ബലിയിൽ പരിപാവന മാനസരാ. പാവനമീ ബലിയിൽ പരിപാവന മാനസരാ. വരൂ വരൂ ജനമേ, അണിയണിയായി ബലിവേദിയിൽ
സ്നേഹം ധാരധാരയ കലകവിഞ്ഞൊഴുകുന്നു. ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു. സ്നേഹം ധാരധാരയായി കലകവിഞ്ഞൊഴുകുന്നു. ഹൃദയം തിരുനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു. കരുണതൻ ഈ വരമഴയിൽ ആശ്രയം തേടാ. അനുദിനം ഈ തിരുബലിയിൽ മോക്ഷം തേടിടാം. ഈ ജന്മം യാഗമായി നാഥനേകിടാം. മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ. ദൈവം തൻ സൂനുവാ മന്നിപ്പാവമകറ്റുന്നു. വചനം വഴി മന്നയ നിത്യജീവനേകുന്നു. ദൈവം തൻ സൂനുവായി മന്നിപ്പാവമകറ്റുന്നു. വചനം വഴി മന്നയായി നിത്യജീവനേകുന്നു. ഇനിയും ഭൂമിയേകാൻ ആവില്ലെന്നാകിലും അനുഭവം ഈ തിരുബലിയിൽ ഭക്തിയോടണയാം. ഈ ജന്മം യോഗ്യമായി നാഥനേകിടാം. മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ. പാവനമീ ബലി പരിപാവന മാനസരാ. പാവനമീ ബലിയിൽ പരിപാവന മാനസരായി. വരൂ വരൂ ദിനജനമേ, അണിയണിയായി ബലിവേദിയിൽ അനവരതം ബലിയേകാം, ബലിയാകാം. അനുരഞ്ജിതരാകാം, അനുരഞ്ജിതരാകാം, അനുരഞ്ജിതരാകാം. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മിഖേൽ മാലാഖയുടെ തിരുനാടിൻ്റെ 2-ാം ദിവസം ഇന്ന് നമുക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന പുതുക്കുറിച്ചി ഫൊറോണ വികാരി പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹയസന്ത് അച്ഛനെയും നമുക്ക് വേണ്ടി സാത്താനെ മഹാസർപ്പത്തെ പോലെ കൊള്ളുന്ന വിശുദ്ധ മിഖേൽ മാലാഖ എന്ന വിഷയം ആസ്പദമാക്കി സുവിശേഷം പ്രഘോഷിക്കുവാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിനു അലക്സ് അച്ഛനെയും ഇടവകയുടെ നാമത്തിലെ ഹാർദവമായി ഈ ബലിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് ഈ ബലിക്ക് നേതൃത്വം നൽകുന്ന 4-ാം വാർഡിലെ എല്ലാ അംഗങ്ങളെയും, കൊമ്പ്രിയ സഭയിലെ എല്ലാ അംഗങ്ങളെയും, KLCWA അംഗങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നേർച്ചയായിട്ട് നടത്തുന്ന സാംസൺ ലിൻസൺ ഡെൻസൺ കുടുംബം, വിൽഫ്രഡ് രജനി കുടുംബം, ദേവദാസ് റീന കുടുംബം, സെബാസ്റ്റിയൻ ശൈലജ കുടുംബം മറിയനാട്,
മരിയനാട് റോജർ മഞ്ച് കുടുംബം, പണിയടിമ ഡൊറീൻ കുടുംബം, നോർമൻ സെലിൻ കുടുംബം, പ്രദീപ് ബിജി കുടുംബം, ഗിരീഷ് ലത കുടുംബം, സുനിൽ ദിവ്യ കുടുംബം, മൈക്കിൾ ലീല കുടുംബം, ജോൺ ലൊവീന കുടുംബം, ലിബിൻ രേണു കുടുംബം, ലിജിൻ സ്നേഹ കുടുംബം, ഷാജി ഗോഡ്വിൻ രഞ്ജിനി കുടുംബം, ഹെൻലി സോഫിയ കുടുംബം, ജോൺ ബ്രിട്ടോ ഗോമസ് മേബിൾ കുടുംബം, ഷൈജു റോബർട്ട് കുടുംബം, നിക്കു സ്റ്റാനിയ മറിയം റെയ്മൻ കുടുംബം, മക്മിലൻ ടിൻസി കുടുംബം, റിസ് ജിൻസി റിസ് കുടുംബം എന്നീ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഒപ്പം ഇന്ന് രാവിലെ 9:15 മണി മുതൽ 10:15 മണി വരെ 1 മണിക്കൂർ കൊണ്ട് ദൈവത്തിൻ്റെ വചനം 200ഓളം ഇടവക ജനങ്ങൾ, മതബോധന കുട്ടികളും അധ്യാപകരും ഇടവക ജനങ്ങളും ദേവാലയത്തിൽ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് ബൈബിൾ പാരായണം പൂർണ്ണമായും നടത്തിയത്. അവരുടെ നിയോഗങ്ങൾ പേപ്പറിൽ അവർ എഴുതി തന്നിട്ടുണ്ട്. അതെല്ലാം ഈ ബലിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, ഈ ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെയും, ഫോണിലൂടെയും വ്യക്തിപരമായിട്ടും പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളുടെ നിയോഗങ്ങളെയും ഈ ആൽത്താരിൽ സമർപ്പിക്കുന്നു. പരിപൂർണമായി ഈ ബലിയിൽ ഭക്തിയോടും ശ്രദ്ധയോടും വലിയ സ്നേഹത്തോടും കൂടി നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹ ബഹുമാനമുള്ള ഇടവക വികാരി രാജശേഖരനച്ച, സഹവികാരി ദീപുച്ച, ഇന്ന് വചനം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ബിനു അലക്സച്ച, പ്രിയ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ മിഖേൽ മാലാഖയുടെ തിരുനാളിൽ 2ാം ദിവസം നാം ഇന്ന് ഈ ദേവാലയത്തിൽ ഒത്തുചേരുമ്പോൾ വിശുദ്ധ മിഖേൽ നന്മയുടെ പ്രതീകമാണ് എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം കാണുന്നതാണ് നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയും തിന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പൈശാചിക ശക്തികളും. അന്തിമ വിജയം നന്മയുടെ ശക്തികൾക്കാണ് എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൈവം മനുഷ്യരോട് ഇടപഴകുന്ന മാനുഷികമായ തരത്തിൽ നമ്മുടെ നന്മയെ വളർത്തിയെടുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് മാലാഖമാർ. മാലാഖമാർ നമ്മെ, നമ്മുടെ വികാര വിചാരങ്ങളെ ദൈവസന്നിധിയിലെത്തിക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ വരവോടുകൂടി പഴയ നിയമത്തിലെ ശിക്ഷാവിധികൾക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു. യേശു സ്നേഹമാണ് എന്നുള്ള വലിയ സത്യം, ഏറെ പ്രത്യേകിച്ച് ദൈവത്തെ അപ്പനായി വിളിക്കുവാനുള്ള അധികാരം നമുക്ക് നൽകിയത് യേശുനാഥൻ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരപ്പനടുത്ത മക്കൾക്കടുത്ത ബന്ധമാണ് ദൈവത്തോട് നമുക്കുണ്ടാകേണ്ടതെന്നും, ഒരപ്പനും മക്കളെ ഉപദ്രവിക്കുന്നവനല്ല, മക്കളുടെ തിന്മ ആഗ്രഹിക്കുന്നവനുമല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം കാണുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കുവാനാണ്. വിശുദ്ധ മത്തായിയുടെ തിരുനാൾ ദിനമാണിന്ന്. ചുങ്കക്കാരൻ, പാപി എന്ന തരത്തിൽ പുറന്തള്ളപ്പെട്ടിരുന്ന മത്തായിയെ ദൈവം തൻ്റെ അപ്പോസ്തല ഗണത്തിലേക്ക് വിളിക്കുകയാണ്. സഭയിൽ ഈ തിന്മയുടെ ശക്തികളുണ്ടാകും.
അവരെയൊക്കെ വിശുദ്ധീകരിക്കുവാനുള്ള പ്രക്രിയയാണ് സഭയുടേത് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അനുദിനം നാം തിന്മയ്ക്കെതിരെ പോരാടുകയും നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യണം. സാബത്ത് ആചരണത്തെക്കുറിച്ച് പോലും യേശു വ്യക്തമാക്കുന്നത് സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ ജീവൻ നശിപ്പിക്കുന്നതോ ഏതാണ് ഉചിതമായിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആചരണങ്ങൾ പോലും നന്മയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ട ദിനങ്ങളാണ്. നന്മയിൽ ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. യേശുനാഥൻ നമുക്ക് അന്തിമമായിട്ട് നൽകിയ ഒരേ ഒരു കൽപ്പന, എല്ലാ കൽപ്പനകളെയും സംഗ്രഹിച്ചുകൊണ്ടാണ് യേശു നമുക്ക് നൽകിയത് സ്നേഹിക്കുക എന്ന ഏക കൽപ്പന. അത് എപ്രകാരം സ്നേഹിക്കണമെന്നും യേശു വ്യക്തമാക്കി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പലപ്പോഴും ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന നമുക്കിടയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഇതേ മൂല്യം തന്നെയാണ്. ആദിമ ക്രൈസ്തവരെ സ്നേഹിക്കുന്ന സമൂഹമായി കണ്ടാണ് മറ്റുള്ളവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖമുദ്ര സ്നേഹം തന്നെയാകണം. ഈ സ്നേഹത്തെ മറന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് ഈയിടെ തന്നെ വ്യക്തമാക്കിയത്, എല്ലാ മതങ്ങളിലും ദൈവം ഒന്നേയുള്ളൂ, ആ ദൈവം സ്നേഹത്തിൻ്റെ മുഖമുള്ള, കരുണയുടെ മുഖമുള്ള ദൈവമാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ തിരുനാളിലൂടെയും കൂടുതൽ കൂടുതൽ സ്നേഹവും കാരുണ്യവും പരസ്പരം പങ്കുവയ്ക്കുന്ന വ്യക്തികളായി മാറുവാനായിട്ട് ഈ ബലി അർപ്പിക്കാം. നമുക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പാപങ്ങൾ തന്നെയാണ്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം ഈ ബലിയർപ്പണത്തിന് തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് ബലിയർപ്പണത്തിനായി നമ്മെ ഒരുക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്നെ പിഴ, എന്നെ പിഴ, എന്നെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ.
സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സർവ്വലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, ആദരമങ്ങയെ വാഴ്ത്തുന്നു, ഏകപ്രജാദേവസൂനുമേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ. പാതനം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. മായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്നവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവും ഞങ്ങളുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ നാമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും, സഹോദരരെ, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.
നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലതിലുമുപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരം പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദേവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന്, മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക.
അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായി തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തൻ്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അവിടുത്തെ പാടി പുകഴ്ത്താം. കർത്താവെ, അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരുടെ ഗണം അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി പാപികൾ വന്ന് അവരോടും ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരീസ്യർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അൾത്താരയിൽ നിരന്തരം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ നയിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട മുഖ്യ കാർമ്മികൻ ഹൈസന്ത് അച്ഛ, ബഹുമാനപ്പെട്ട രാജശേഖരൻ അച്ഛ, ദീപു ക്രിസ്റ്റഫർ അച്ഛ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളിലൂടെ പുതുക്കുറിച്ചി ഇടവക കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പതാക ഉയർത്തി വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം യാചിച്ച് ആത്മീയമായ നിറവിലൂടെ നമ്മൾ കടന്നു പോകാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളം
നമ്മൾ ഓരോരുത്തരുടെയും ബലിയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ ദിനങ്ങളെല്ലാം തന്നെ ഒരു ആത്മീയമായ നിറവിലൂടെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവവിശ്വാസികളും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ബലിക്കായിട്ട് അണയുമ്പോൾ ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ സ്വർഗീയ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കാവൽ ദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മൾ യാചിക്കുകയും ചെയ്യുന്നത്. തിരുസഭയുടെ കാവൽക്കാരനായി പ്രത്യേകമായി വിശുദ്ധ മിഖായേൽ മാലാഖയെ കാണുമ്പോൾ, പ്രത്യേകിച്ച് പുതുക്കുറിച്ചി ഇടവ മക്കളുടെ പ്രത്യേക സംരക്ഷകനും ജീവിതയാത്രയിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായ മാധ്യശക്തിയും നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയും ചെയ്തു. ഇന്ന് എനിക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം സാത്താനെ മഹാസർപ്പം പോലെ കൊല്ലുന്ന വിശുദ്ധ മിഖായേൽ മാലാഖ എന്ന വിഷയത്തെയാണ്. ഞാൻ വളരെയധികം പ്രാർത്ഥനാ രൂപയോടുകൂടി ഈ വിഷയത്തെ ഇന്നലെ രാത്രി മുതൽ ഞാൻ നോക്കിക്കാണുകയാണ്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം യാചിക്കുന്ന എല്ലാവരും ഈ കൂട്ടത്തിൽ ഒരർത്ഥത്തിൽ ഈ മിഖായേൽ മാലാഖയുടെ അനുഭവങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളവരാണ്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥനയുടെ പ്രാരംഭം ഇപ്രകാരമാണ്: എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. 1987 മെയ് മാസം 24 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗികമായ സന്ദർശനത്തിന് പോകുന്ന വേളയിൽ വഴിയിൽ കണ്ട ഒരു മിഖായേൽ മാലാഖയുടെ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ച് സംരക്ഷണം നേടിയതിനു ശേഷം ഇപ്രകാരം പറയുകയുണ്ടായി: എല്ലായ്പ്പോഴും എല്ലായിടത്തേക്കും പിശാചിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. പിശാച് ഇന്നും എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. പിശാചിനെ അതിജീവിക്കുവാൻ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് അണയുവിൻ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോകുന്നതായിട്ട് അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നു. 2023 ജനുവരി മാസം 14 ഏറെ പ്രത്യേകിച്ച് മെക്സിക്കോയിൽ എന്ന സ്ഥലത്തിൽ ഒരു ദേവാലയത്തിൽ 32 വയസ്സുള്ള കാർലോസ് അലോൻസ് എന്ന ഒരു മോഷ്ടാവ് ആ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്തോ ഒരു രൂപം കണ്ട് അയാൾ തട്ടി വീഴുകയും ആ സമയത്ത് മിഖായേൽ മാലാഖയുടെ കയ്യിലുണ്ടായിരുന്ന കുന്തം അയാളുടെ ശരീരത്തിലേക്ക് കൊള്ളുകയും അങ്ങനെ രക്തം വാർന്ന് കിടക്കുകയും ആ ദേവാലയത്തിലേക്ക് കടന്നു വന്ന വ്യക്തികൾ ഈ സഹോദരനെ, മോഷ്ടാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ആ ഡോക്ടർമാർ ഇപ്രകാരം വിധി എഴുതി: ഈ മനുഷ്യനെ ഈ ഒരു വാളുകൊണ്ടാണ് വെട്ടിയിരിക്കുന്നതെന്ന് പറയുകയുണ്ടായി. ഈ ലോക ചരിത്രത്തിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഏത് സർപ്പത്തെയും അതിജീവിക്കുവാനുള്ള കൃപ ലഭിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിശാചുക്കളുണ്ട്, ക്ഷുദ്രജീവികളുണ്ട്, പൈശാചികമായ ബാധകളുണ്ട്. ഇതിനെല്ലാത്തിനെയും അതിജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും നിരന്തരമായിട്ട് ദൈവ തിരുസന്നിധിയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങളിൽ പിശാച് ബാധിതർ ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിൽ പിശാചിൻ്റെ സാന്നിധ്യമുള്ള
വ്യക്തികളാണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സാത്താൻ, പിശാച്, പൈശാചികമായ ബാധയുള്ള വ്യക്തികളെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ ഇടവക നല്ല രീതിയിൽ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇടവകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വിശുദ്ധ അസീസി, ഫ്രാൻസിസിലെ വിശുദ്ധ അസീസി പറയുന്നത് ഇപ്രകാരമാണ്: സാത്താനെ നമ്മളെ പ്രലോഭനങ്ങളിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ലജ്ജയില്ലാതെ കടന്നു വരുന്ന വ്യക്തിയാണ്. ഒരർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൊലിക്കട്ടിയുള്ള വ്യക്തിയാണ് പിശാച് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഏത് സമയത്തും ഏത് വിധേനയും മനുഷ്യനെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവനെ ആക്രമിക്കുവാൻ ശക്തിയുള്ള പിശാച് ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളായിട്ട് മാറുക മാത്രമല്ല, ദൈവത്തോടൊപ്പം നമ്മുടെ ശക്തിയെ സമർപ്പിച്ചുകൊണ്ട് ദൈവ അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തികളായിട്ട് മാറണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ ലോകത്തിൽ ധാരാളം വിശുദ്ധന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വിശുദ്ധ അന്തോനീസിനെ നമ്മൾ കണ്ടുമുട്ടുന്നു, വിശുദ്ധ ഫാദർ പിയോ കണ്ടുമുട്ടുന്നുണ്ട്, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ നിരവധിയായ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിത വായനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്ന വാക്യമിതാണ്: ആത്മാവിൽ ഇരുളിൽ അടഞ്ഞ രാത്രികളിലൂടെ കടന്നുപോയ ജീവിതയാത്ര ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്ന്. ഈ ലോകത്തിൽ വിശുദ്ധന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ആത്മാവിലെ ഇരുളിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. ഞാനും നിങ്ങളൊക്കെ ഒരർത്ഥത്തിൽ ഏതെങ്കിലുമൊക്കെ രോഗബാധകളോ ഏതെങ്കിലും അസുഖങ്ങളോ ഏതെങ്കിലും രീതിയിൽ മുഷിച്ചതായ രീതിയിലുള്ള സംഭാഷണങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മാവിൻ്റെ ഇരുളുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ആത്മീയമായ നിറവോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു അനുഭവം ഒന്നും കൂടി നമ്മൾ ഓരോരുത്തരെയും ഈ പൈശാചികമായ ജീവിതയാത്രയിൽ നിന്ന് ദൈവികമായ തിരുസന്നിധിയിലേക്ക് ഉയർത്തുവാനായിട്ട് സാധിക്കും. ഏതൊക്കെ എത്ര തരത്തിലുള്ള വിശുദ്ധ ജീവിതം നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഓരോരുത്തരെയും ആക്രമിക്കുവാനായിട്ട് പിശാച് ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതയാത്രയിൽ നമുക്കറിയാം, എല്ലാ വൈദികരുടെയും മധ്യസ്ഥനാണ്, വിശുദ്ധനായ പുരോഹിതനാണ്. രാവിലെ മുതൽ രാത്രി വരെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ബലിയർപ്പിക്കുക മാത്രമല്ല, കുമ്പസാരം കൊടുത്തുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ധാരാളം ബിഷപ്പുമാരും മെത്രാന്മാരും അതുപോലെ തന്നെ വൈദികരൊക്കെ സന്യസ്തരൊക്കെ ദൂരെ നിന്ന് കടന്നു വന്ന് ഈ വൈദികരിൽ നിന്ന് കുമ്പസാരം സ്വീകരിക്കാറുണ്ട്. ആർട്സ് എന്ന പട്ടണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയാം. വളരെ തിന്മ നിറഞ്ഞ കൂടാരത്തിൻ്റെ ഒരു രാജ്യമായിട്ടാണ് കാണുന്നത്. ഇതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ഈ ആർട്സ് പട്ടണത്തിലേക്ക് കടന്നു വന്ന ജോൺ മരിയ വിയാനിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് തൻ്റെ ജീവിതയാത്രയിലൂടെ അദ്ദേഹം കുറിച്ചു വയ്ക്കുകയാണ്. എല്ലാ ദിവസവും അദ്ദേഹം ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്: എനിക്ക് ഈ സ്ഥലം വിട്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു രാജിക്കത്ത് എഴുതിക്കൊണ്ട് ഈ ഇടവകയിൽ നിന്ന് എന്നെ മാറ്റിത്തരണമേ എന്ന് മെത്രാന് അയക്കുകയാണ്. എന്നാൽ മെത്രാൻ വിളിച്ച ഈ വൈദികനോട് സംസാരിക്കുകയാണ്: താങ്കൾ എന്തിനാണ് ഇപ്പോൾ ആ ഇടവകയിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കുന്നത്? ദൈവം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം താങ്കൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന്. എന്നാൽ വളരെ വിഷമിച്ച് തിരിച്ച് വീണ്ടും അദ്ദേഹം തൻ്റെ മേടയിലേക്ക്, പരോക്കിയൽ ഹൗസിലേക്ക് കടന്നു വരികയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം വെളുപ്പിന് 2 മണിയായപ്പോൾ ഇപ്രകാരം അദ്ദേഹം വിചാരിക്കുകയാണ്: മെത്രാൻ എനിക്ക് അനുവാദം നൽകുന്നില്ല,
ഈ നാട്ടിൽ എനിക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല, പൈശാചികമായ ബാധകൾ ഒന്ന് കൂടി വരുന്നു, ഞാൻ ഈ ഇടവകയിൽ നിന്ന് ഞാൻ പോകുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ഒരു കുരിശടിയുടെ സമീപത്തേക്ക് എത്തുകയാണ്. പെട്ടെന്ന് ഈ മനുഷ്യൻ നിന്ന് ഇപ്രകാരം ചിന്തിക്കുകയാണ്, ഞാൻ ഈ പഴയ ഇടവകയിൽ നിന്ന് മാറിപ്പോകുന്നത് ദൈവഹിതമാണോ? ഞാൻ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റേണ്ട വ്യക്തിയല്ലേ? ഏത് സർപ്പം എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നാലും അതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയില്ലേ എന്ന് അദ്ദേഹം ആത്മപരിശോധന ചെയ്യുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാലാഖയുടെ രീതിയിലേക്ക് ഒരു വണ്ടി കടന്നു വന്ന് ഉടനെ തന്നെ പറയുകയാണ്, താങ്കൾക്ക് എവിടെയാണ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ വണ്ടിയിലേക്ക് കയറാനായിട്ട് ആവശ്യപ്പെടുന്നു. ഉടനെ തന്നെ ഈ വൈദികൻ ആ വണ്ടിയിലേക്ക് കാല് വെച്ചുവെങ്കിലും ഉടനെ കാലെടുത്ത് മാറ്റിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ മിഖായേൽ മാലാഖേ, എന്നെ സംരക്ഷിക്കണമേ, എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി കൃത്യതയോടുകൂടി ചെയ്യുവാനായിട്ട് എന്നെ കൃപ നൽകണമേ. ഉടനെ തന്നെ ആ മാലാഖ അവിടെ നിന്ന് അപ്രത്യക്ഷമായെന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതയാത്രയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതയാത്രയിൽ നമ്മൾ കടന്നു പോകുന്ന എത്ര വിശുദ്ധ ജീവിതം നയിച്ചാലും പിശാച് എന്നുള്ളൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് സാത്താനായ മഹാസർപ്പത്തെ പോലെ കൊല്ലുവാനായിട്ട് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം യാചിക്കുന്ന വ്യക്തികളായ നമ്മളെല്ലാവരും ദൈവ തിരുസന്നിധിയിൽ നിരന്തരമായ മാധ്യസ്ഥത്തിനായിട്ട് സമർപ്പിക്കപ്പെടേണ്ട വ്യക്തികളാണ്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് CCR 2851 പോയിന്റിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, സാത്താൻ ഒരിക്കലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരൊറ്റ ആശയമായിട്ട് നടക്കുന്ന വ്യക്തിയല്ല, മറിച്ച് ഈ സാത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുമ്പസാര കൂട്ടിലിരിക്കുന്ന വൈദികരെ ഏറ്റവും കൂടുതൽ പ്രലോഭിക്കുന്നത് സാത്താനാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രലോഭനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും വൈദികരുടെ ജീവിതമാണ്. കാരണം ഒരു വൈദികൻ വിശുദ്ധീകരിക്കുവാനായിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ അനുഗ്രഹിച്ച് അയക്കപ്പെടുമ്പോൾ അതൊരിക്കലും പിശാചിന് സാത്താന് അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം യാചിക്കുന്ന ധാരാളം വൈദികര് നമ്മുടെയൊക്കെ രൂപതയിലുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുന്ന വ്യക്തികളായിട്ട് മാറണം. വീണ്ടും CC 394 പറയുന്ന ഇപ്രകാരമാണ്, ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും പിശാചിന്റെ പ്രലോഭനിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും ഇല്ലാതാക്കുവാനായിട്ട് മാത്രമാണ്. കാരണം പിശാച് ഈ സ്ഥലത്തിൽ ഇന്ന ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം ഈ കാലഘട്ടത്തിനായ ഗർഭചിത്രം, അതുപോലെ തന്നെ ദയാവധം, മറ്റു പല കൊലപാതകങ്ങളിലൂടെ നിങ്ങൾ ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ പിശാചിന്റെ അടിമകളായിട്ട് നിങ്ങൾ മാറുകയും ചെയ്യുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഏറ്റവും വലിയ തെളിവാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്, പിശാചിന്റെ അസ്തിത്വത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ ദൈവവചനത്തിലും നിങ്ങൾ വിശ്വസിക്കാത്ത വ്യക്തികളായിട്ട് മാറുമെന്ന്. കാരണം ഈ ലോകത്തിൽ പിശാചിന്റെ നിലനിൽപ്പിന് നമ്മൾ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ദൈവവചനത്തിന്റെ ആഴവും വ്യാപ്തിയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനായിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, എല്ലാ ദിവസവും ഞാൻ പ്രഭാതത്തിൽ ദൈവത്തോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരും. എല്ലാ ദിവസവും ഞാൻ മറ്റുള്ള വ്യക്തികളെ കാണുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാനും പിശാചുമായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് എല്ലാ ദിവസവും. ഈ യുദ്ധത്തിൽ നിന്ന്, ഈ പോരാട്ടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഈ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോടൊപ്പം ആയിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ,
പാതുവയിലെ അന്തോണിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണി. ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ മേഖലയിൽ ഏറ്റവും നല്ല വചന പ്രഘോഷകനാണ്. എന്നാൽ പിശാചിന്റെ ആതിഥ്യത്തിലൂടെ ഇപ്രകാരം നാട്ടുകാര് പറഞ്ഞു വരുത്തുകയാണ്, നീ പ്രഘോഷിക്കുന്നത് നിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്, നീ ദൈവമഹത്വത്തിന് വേണ്ടി ഒരിക്കലും പ്രസംഗിക്കാറില്ല എന്ന് പറയാൻ ഒത്തിരി ആൾക്കാര് പാതുവയിലെ വിശുദ്ധ അന്തോണിയെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഇരുന്ന് അദ്ദേഹം സഹനത്തിന്റെ വഴികളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ എന്ത് ഉത്തരമാണ് ഞാൻ എൻ്റെ ദൈവജനത്തിലേക്ക് പറയേണ്ടത്? കാരണം ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചതെല്ലാം, എൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ ദൈവഹിതത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്ന് രാത്രി ഇപ്രകാരം വിശുദ്ധ അന്തോണിക്ക് ഉണ്ടാകുന്ന വെളിപാട് ഇതാണ്, ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ആദരങ്ങൾ ഇന്നു മുതൽ ചലിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നുവെങ്കിൽ എൻ്റെ ആദരങ്ങൾ ഇന്നു മുതൽ ചലിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഇന്ന് അഴുകാതെ നാവ് പാതുവായിൽ ഇരിക്കുന്ന കാര്യം. കാരണം സത്യസന്ധമായി ദൈവത്തിൻ്റെ പ്രഘോഷിക്കുന്ന വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് ഏത് സാത്താനെയും ഏത് പൈശാചിക ബന്ധങ്ങളെയും അതിജീവിക്കുവാനായിട്ട് അവന് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അർപ്പിക്കുവാൻ സാധിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതവും കൂടി നമ്മൾ ഇപ്രകാരം ചിന്തിക്കുന്ന നല്ലതാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വെളിപാട് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു വിശുദ്ധിയാണ് വിശുദ്ധ ഫൗസ്റ്റീന. കാരണം ദൈവകരുണയെക്കുറിച്ച് എഴുതുന്ന വിശുദ്ധിയാണ്. ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്, മാലാഖയുടെ പ്രത്യേകമായ കൃപയിലൂടെ ഞാൻ എൻ്റെ ജീവിതയാത്രയെ ഞാൻ കൊണ്ടുപോകുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖ എനിക്ക് സംരക്ഷണം നൽകുന്നു. ഓരോ വ്യക്തികളെയും, പാപികളായ മനുഷ്യരെല്ലാവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് ഈ കരുണയിലൂടെ എനിക്ക് സാധിക്കുന്നു. എന്നാൽ ഈ കരുണയിലൂടെ ദൈവമക്കളെ ഞാൻ ദൈവത്തിന് മുമ്പിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ രാത്രിയിൽ ഇവൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്രകാരം എഴുതുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ കരുണയില്ലാതെ നീ ഓരോ മനുഷ്യരെയും ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവരണം. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരും പാപികളാണ്, പിശാചുബാധിതരാണ് എന്ന് രേഖപ്പെടുത്തുക. എന്നാൽ അവർക്ക് ഒത്തും തന്നെ മനസ്സ് വരുന്നില്ല, ഞാനിത് എങ്ങനെയാണ് എഴുതി പിടിക്കേണ്ടത്. കാരണം അവർക്ക് മനസ്സിലായി എന്നെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സാത്താനാണ് എന്ന്. എന്നാൽ ഉടനെ തന്നെ മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ദൈവ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉടനെ തന്നെ അവൾ എഴുതുവാനായിട്ട് ദൈവമഹത്വത്തോടുകൂടി എഴുതുവാൻ ആരംഭിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാത്താൻ അപ്രത്യക്ഷമാകുകയും മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ പിശാച് അല്ലെങ്കിൽ സർപ്പം പോലുള്ള പല രീതിയിലുള്ള പൈശാചികമായ ബാധകൾ പോലുള്ള പലതും അവരെ പൂർണ്ണമായ രീതിയിലേക്ക് ജീവിതയാത്രയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം സാത്താനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേലിലേക്ക് നമ്മളുടെ ജീവിതയാത്രയെ നമുക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മളെല്ലാവരും ദൈവത്തെ പോലായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തോടൊപ്പം നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, പുതുക്കുറിച്ചി ഇടവക ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ഇടവകയാണ്. കഴിഞ്ഞ ദിവസം ഷെക്കീന ന്യൂസിൽ പുതുക്കുറിച്ചി ഇടവകയുടെ വളരെ മഹത്വമായ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി. പാരമ്പര്യത്തോടുകൂടി ഏറെ പ്രത്യേകിച്ച് ഓരോ മക്കളും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപത്തെക്കുറിച്ച് വാഴ്ത്തി പുകഴ്ത്തുന്ന ജീവിതയാത്രയിൽ അവർ കിട്ടിയ ദൈവികമായ വെളിപാടിനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന വീഡിയോ ഞാനും അത് കേൾക്കുകയുണ്ടായി.
എന്നാൽ ആ വീഡിയോ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പകർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ലോകത്തിലെ മറ്റേത് ഇടവയേക്കാളും ഏറ്റവും ഭാഗ്യപ്പെട്ട ഇടവക പുതുക്കുറിച്ചി ഇടവ മക്കളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് വിശുദ്ധ മിഖായേൽ മാലാഖയാണ്. എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന വിശുദ്ധ മിഖായേൽ മാലാഖ ഒന്നുകൂടി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജീവിതയാത്രയിലൂടെ നമുക്കൊന്ന് കടന്നു പോയിക്കൂടെ? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവയിൽ കുറ്റം കാണാതെ, കുറവുകൾ കാണാതെ, മറ്റുള്ളവരെ വിമർശിക്കാതെ, മറ്റുള്ളവരുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കപ്പെടുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു ഇടവകയായിട്ട് നമ്മൾ ഇടവകയെ മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഇന്നു മുതൽ നമ്മളെല്ലാവരും ഈ തിരുനാൾ കഴിയുന്നതുവരെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മുമ്പിൽ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങളെ സംരക്ഷിക്കണമേ, അങ്ങോട്ട് ഉണ്ടായിരുന്ന വാളുകൊണ്ട് ഞങ്ങളെ വെട്ടി നിരപ്പാക്കി ദൈവത്തിൻ്റെ ഹിതത്തിലൂടെ ജീവിക്കാൻ പറ്റുന്ന മക്കളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. അങ്ങനെ ഏത് സർപ്പത്തെയും അതിജീവിക്കുവാനുള്ള ദൈവികമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം നമുക്കൊന്നുകൂടി അപേക്ഷിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥന നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നല്ല ദൈവം നമ്മിൽ ചൊരിഞ്ഞ നന്മകളെ നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ട് വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും രൂപതാധ്യക്ഷൻ തോമസ് നെറ്റോ പിതാവിനെയും ക്രിസ്തുദാസ് പിതാവിനെയും ഞങ്ങളുടെ ഇടവകയിലെ വൈദികരായ രാജശേഖരൻ അച്ഛനെയും ദീപു അച്ഛനെയും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും ഇന്ന് ബലിയർപ്പിക്കാനായി എത്തിയ വൈദികരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥത്താൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചൊരിയൂ നാഥ, പ്രഭ ചൊരിയൂ, ഞങ്ങളുടെ യാചന സ്വീകരിക്കൂ. എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരുമെന്ന് അരുൾ ചെയ്ത ഈശോയെ, രോഗത്താലും വാർദ്ധക്യത്താലും ഏകാന്തതയാലും ക്ലേശിക്കുന്നവർക്ക് അവിടുന്ന് കൂട്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കുകയും എല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും അവരുടെ ജീവിതം വചനാധിഷ്ഠിതമാകുവാനും കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത ഈശോയെ, വിവിധ ജോലികളിൽ ഏർപ്പെട്ട് കഷ്ടപ്പെടുന്നവരുടെയും മേൽ കരുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും പലവിധ കാരണങ്ങളാൽ വിവാഹം കഴിക്കാൻ സാധിക്കാതെ മാനസികമായി വിഷമിക്കുന്ന യുവതിയുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ യാചന സ്വീകരിക്കൂ. മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കുന്നതിനും വേണ്ടി മരണം കൈവരിച്ച യേശുനാഥ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ നാഥാ, കൃപ ചൊരിയൂ. ഞങ്ങളുടെ യാചന സ്വീകരിക്കൂ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളോടുകൂടെ അങ്ങായിരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തയോടെ ഞങ്ങൾ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാന വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. ഹൃദയതാരത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ തീരാസയിൽ ഏഴയാമെന്നാത്മകഥകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സർവ്വവും കാഴ്ചയായേകാം. സ്വീകരിക്കണമേ നാഥാ, സർവ്വവും കാഴ്ചയായേകാം. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം, പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം, പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം. ഇന്നിരവിൽ നിന്നുതീരും ഇഴിനീർ എൻ മനസ്സിന്റെ ദുഃഖങ്ങൾ ചൊല്ലും. എന്നും നിനക്കേകിടുവാനായി എൻ പ്രതനവും കണ്ണീരും മാത്രം. സ്വീകരിക്കണമേ നാഥാ, സർവ്വവും കാഴ്ചയായേകാം. സ്വീകരിക്കണമേ നാഥാ, സർവ്വവും കാഴ്ചയായേകാം.
സ്നേഹം ഉയരും കാസയിൽ നിന്നും മുതിർന്നൊഴുകും ഈ നേരം. അരിയും ദിവ്യകാരുണ്യം, അരിവേറും നിത്യസ്നേഹം ഉയരും കാസയിൽ നിന്നും മുതിർന്നൊഴുകും ഈ നേരം. നിന്നാണെൻ ജീവിതം ഞാൻ എന്നും നിനക്കേകുന്നു നാഥ. നിൻകനിവിൻ കരങ്ങൾ നീട്ടി ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ. ഹൃദയതാളത്തിൽ കാഴ്ചയേകാനായി വരും നിറാഞ്ഞങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാരത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാഗങ്ങൾ സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ തീരാസയിൽ നിഴയാമിൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സർവ്വവും കാഴ്ചയായേകാം. സ്വീകരിക്കണമേ നാഥാ, സർവ്വവും കാഴ്ചയായേകാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭാകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. മലാഖമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ നാമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രധാന മാലാഖമാരിലും മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം
അങ്ങേ പ്രഘോഷണത്താൽ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖ വൃന്ദത്തെ വിശ്വസ്തയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ അത് തിരികെ എത്തുന്നത്. അവരോടുകൂടെയുള്ള ഏറ്റവും പ്രത്യാശ പ്രതാപപൂർണമായ പ്രഭവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങെത്രയേറെ മഹോന്നതനാണ് എന്നും എല്ലാറ്റിലും ഉപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണ് എന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. അവിടുന്ന് വഴി മലാഖമാരുടെ വൃന്ദം അങ്ങേ മഹിമയെ വാഴ്ത്തി പുകഴ്ത്തുകയും അവരോടൊന്ന് ചേർന്ന് ഞങ്ങളും ആഹ്ലാദത്തോടെ അങ്ങയെ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ സ്തുതി കീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ ദൈവം പരിശുദ്ധൻ നിരുപമമന്യേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വചനകർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമരസാല പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ,
അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുപ്പതി അധ്യക്ഷനായ തോമസ് ദേനറ്റോ മെത്രാനോടും സഹായ മെത്രാൻ ക്രിസ്തുദാസ് പിതാവിനോടും മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ രുചിത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ.
എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യമേ, കൃത്തിനാനന്ദമേ, ദിവ്യഭൂതാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ,
ആത്മസൗഭാഗ്യമേ പൂർണ്ണമായും നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, നിത്യജ്ഞാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃദയത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥാ, നിത്യം ആരാധന സ്തുതി നാഥാ. സ്നേഹം ഓരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാതയർപ്പിക്കാം. സ്നേഹം ഓരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവ്വം ആപാതയർപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ആത്മാവുണർന്നു നിൻ സ്തുതിഗീതികളാൽ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃദയത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥാ, നിത്യം ആരാധന സ്തുതി നാഥാ. ഭൂമി ഞാനുള്ള കാലം നേരെ എന്നാഥനൊപ്പം മങ്ങിൽ പാതയും ലക്ഷ്യവും. ഭൂവിൽ ഞാനുള്ള കാലം നേരെ എന്നാഥനൊപ്പം മങ്ങിൻ പാതയും ലക്ഷ്യവും. പാരിന്റെ കണ്ണുകൾ സർവം നിസാരം. പാരിൻ ദുഃഖങ്ങൾ സർവ്വം നിസാരം. പുണ്യപുകാരനായ യേശുവിനരികെ. ദിവ്യകാരുണ്യമേ, കൃത്യനാനന്ദമേ, ദിവ്യകൂദാശയായ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃദയത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥാ, നിത്യം ആരാധന സ്തുതി നാഥാ.
യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃദയ ജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളെ എന്നെ സന്ധിയിലാക്കണമേ. നന്മതൻ നിറകുടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ നിൻ തിരുമുൻപിൽ എനിക്ക് അഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണവിനാഴികയിൽ എന്നെ അങ്ങു വിളിക്കണമേ. തിരുസവിധം എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്ന നിന്നെ സതതം വാഴ്ത്തിടുവാൻ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് 4-ാം വാർഡ് കുംബ്രിയ സഭ അംഗങ്ങൾ KLCA KLCW അംഗങ്ങളാണ്. ഇന്ന് നേർച്ച നടത്തുന്നത് സാംസൺ ഡെൻസൺ ലിൻസൺ ഡെൻസൺ കുടുംബം, വിൽഫ്രഡ് രജനി കുടുംബം, ദേവദാസ് സീന കുടുംബം, സെബാസ്റ്റ്യൻ ശൈലജ കുടുംബം മരിയനാട്, റോജർ മഞ്ജു കുടുംബം മരിയനാട്, പനിയടിമ ഡോറിൻ കുടുംബം, നോർമൻ സെലിൻ കുടുംബം, പ്രദീപ് ബിജി കുടുംബം, ഗിരീഷ് ലത കുടുംബം, സുനിൽ നിവ്യ കുടുംബം, മൈക്കൽ ലീല കുടുംബം, ജോൺ ലൊവീന കുടുംബം, ലിബിൻ രേണു കുടുംബം, ലിജിൻ സ്നേഹ കുടുംബം, ഷാജി ഗോഡ്വിൻ രഞ്ജിനി കുടുംബം, ഹെൻലി സോഫിയ കുടുംബം, ജോൺ ബ്രിട്ടോ ഗോമസ് മേബിൾ കുടുംബം, ഷൈജു റോബർട്ട് കുടുംബം, നിക്കു സ്റ്റാനിയ മറിയം റൈമൺ കുടുംബം, മാക് മില്ലൻ ജിൻസി കുടുംബം, റീസ് ജിൻസി റീസ് കുടുംബം. ഈ കുടുംബങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, 476 വിശുദ്ധ മിഖേൽ മാലാഖയുടെ തിരുനാടിൻ്റെ 2-ാം ദിവസമായ ഇന്ന് നമുക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹയസിന്ത് നായകം അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ ശാന്തിപുരം ഇടവക വികാരിയായിട്ടും നമ്മുടെ പുതുക്കുറിച്ചി ഫൊറോണ വികാരിയായിട്ടും സേവനം ചെയ്യുകയാണ്. പൊഴിയൂർ സ്വദേശിയാണ്.
അച്ഛൻ നമ്മുടെ അതിരൂപതയിലെ ചാൻസലറായിരിക്കുന്ന സമയത്ത് ഞാൻ അഭിമന്യ പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതിനുശേഷം എനിക്കും അച്ഛൻ്റെ ആ സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിച്ച് സിവിൽ നിയമത്തിലും അഡ്വക്കേറ്റായിട്ട് അച്ഛൻ പഠിച്ച് അതിൻ്റെ കാര്യങ്ങളും ചെയ്യുകയാണ്. ഒപ്പം കാനോൺ നിയമത്തിലെ ഡോക്ടറേറ്റ് പഠിച്ച അച്ഛൻ മാത്രമല്ല, ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന എല്ലാ വൈദ്യർക്കും കിട്ടാത്ത ആ ഒരു പദവിയും അച്ഛനുമുണ്ട്. റോമിലെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചത് കൊണ്ട് അത് കിട്ടുന്ന ഒരു ഇതുമാണ് ജൂറിസ്പ്രുഡൻസ്, അതും കൂടെ അച്ഛനുമുണ്ട്. അതുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങളിൽ സഭാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് പിതാക്കന്മാരെ ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരച്ഛനും കൂടെയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ഇടവകയുടെ നാമത്തിലെ അച്ഛന് നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണവും സഹായവും അച്ഛനും അച്ഛൻ്റെ കുടുംബത്തിനും എപ്പോഴും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വളരെ മനോഹരമായിട്ട് സാത്താനെ മഹാസർപ്പം പോലെ കൊള്ളുന്ന വിശുദ്ധ മിഖായേൽ മാലാഖ എന്ന വിഷയം ആസ്പദമാക്കി ഒരു വ്യത്യസ്തമായ രീതിയിൽ എല്ലാവർക്കും ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് മാർപ്പാപ്പമാരുടെ അനുഭവങ്ങൾ, വിശുദ്ധരുടെ അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചും സഭമാതാവ് പഠിപ്പിക്കുന്ന കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ പഠനത്തെക്കുറിച്ചും അങ്ങനെ പൊതുവിലെ സഭയുടെ വിശുദ്ധ മിഖായേൽ മാലാഖയെക്കുറിച്ച് എല്ലാ പഠനങ്ങളും ആശയങ്ങളും ഇതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് വളരെ മനോഹരമായിട്ട് നല്ല ഒരു പ്രസംഗം, ഒത്തിരി ഉണർവോടെ പ്രസംഗിച്ച അച്ഛൻ ഇടവകയുടെ നാമത്തിലെ ബിനു അച്ഛന് ഇപ്പോൾ പള്ളിത്തുറ ഇടവക വികാരിയായിട്ട് അച്ഛന് സേവനം ചെയ്യുകയാണ്. നമ്മുടെ പുതുക്കുറിച്ചി ഫൊറോണ വൈദിക കൂട്ടായ്മയുടെ സെക്രട്ടറിയും കൂടെയാണ് അച്ഛൻ. അച്ഛന് ഇടവകയുടെ നാമത്തിലെ നന്ദി അർപ്പിക്കുന്നു. അച്ഛൻ്റെ സഹോദരി നമ്മുടെ പുതുക്കുറിച്ചിൽ തന്നെയാണ്, കല്യാണം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്, ടീച്ചർ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം, സഹായം എപ്പോഴും അച്ഛനും അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം രാവിലെ 9:15 മുതൽ 10:15 വരെ 1 മണിക്കൂർ കൊണ്ട് മുഴുവൻ ബൈബിളും വായിച്ച് നാം ദൈവത്തിന് ഈ വർഷം കാഴ്ചവെച്ചായിരുന്നു. കഴിഞ്ഞ വർഷം 475 മണിക്കൂർ ആരാധനയാണ് ദൈവത്തിന് നാം കാഴ്ചവെച്ചത്. ഈ വർഷം കർത്താവ് പ്രേരിപ്പിച്ചതനുസരിച്ച് 1 മണിക്കൂർ കൊണ്ട് ബൈബിൾ മുഴുവനും വായിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കാൻ പ്രേരിപ്പിച്ചതനുസരിച്ചാണ് 200ഓളം ആൾക്കാർ, അതായത് മതബോധന സമിതിയാണ് ഇതിന് മുൻതൂക്കം എടുത്തത്. മതബോധന കുട്ടികളും അധ്യാപകരും ഉണ്ടായിരുന്നു. ഒപ്പം ഇടവകയിലെ ഒത്തിരിയേറെ ജനങ്ങളും ഉണ്ടായിരുന്നു. 200 പേര് 1 മണിക്കൂർ കൊണ്ട് നാം വായിച്ചിട്ടുണ്ട്. അത് വാർത്തയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇന്ന് നാം ചെയ്തത്. ഇതിൽ സഹായിച്ച മതബോധന സമിതി HM സിസ്റ്റർ റീട്ട, എല്ലാ ടീച്ചേഴ്സിനെയും മതബോധന അധ്യാപകരെയും മതബോധന കുട്ടികളെയും ഇടവകയിലെ സഹകരിച്ച എല്ലാ വ്യക്തികളെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. അത് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് എല്ലാ ദിവസവും ലൈവായിട്ട് നമുക്ക് കൊടുക്കുന്ന നിക്സൺ അവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാ യൂണിറ്റുകളിലിരുന്നും തിരുനാളോടനുബന്ധിച്ച് നമ്മൾ മിനിമം 2000 രൂപ വെച്ച് വാങ്ങിക്കാറുണ്ട്. ചില യൂണിറ്റുകൾ അവർ തന്നെ കുറേ പൈസ പിരിച്ച് നമ്മളെ സഹായിക്കാറുണ്ട്. തിരുനാൾ സംഭാവനയായിട്ട് നൽകിയ ബത്തലഹേം ഇവൻറ്റ് മാനേജ്മെൻറ്റ് പുതുക്കുറിച്ചി 2000, ക്ലീറ്റസ് മേബിൾ വള്ളക്കാർ 5 തെങ്ങ് 1000, 41-ാം കുടുംബ യൂണിറ്റ് 3000, 34-ാം കുടുംബ യൂണിറ്റ് 2500, 31-ാം കുടുംബ യൂണിറ്റ് 18,200, ജോണി ശ്വേത 2000, ചാരു ബ്രൂണോ 2000. അവരെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്ക് സ്വർണ്ണ കിരീടം സംഭാവനയായിട്ട് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് 2,53,500 രൂപയാണ്. നമുക്ക് 7 ലക്ഷത്തോളം ചെലവായിട്ടുണ്ട്. കർത്താവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് സാധിക്കുന്ന എല്ലാവരും ഇതിന് സഹായിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കണം.
ഇന്നലെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഗാനമേള അവസാനം ചെറിയ പ്രശ്നമുണ്ടായി എന്നാണ് ഞാൻ കേൾക്കാൻ സാധിച്ചത്. ഞാൻ പകുതി വരെ ഉണ്ടായിരുന്നതിന് ശേഷം തിരിച്ചു വന്നിങ്ങോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഈ കാലഘട്ടത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന മക്കളാണ്. നേരത്തെ കുറേ വർഷങ്ങൾ മുമ്പായിട്ട് ഇവിടെ പല പ്രാവശ്യം അടി നടന്നിട്ട് അതിൻ്റെ ഇത് ഇപ്പോഴും തീരാതെ ചിലർക്ക് വിദേശത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ കുറേ മക്കൾ ഇപ്പോഴും ബുദ്ധിമുട്ടി കിടക്കുന്ന കാര്യം എനിക്കറിയാം. വാശിയും വൈരാഗ്യവും വെറുപ്പും കൂടി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാതെ സഹകരിക്കാതെ അതുപോലെ കിടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പോൾ എല്ലാ കുട്ടികളും കുടുംബങ്ങളും ലഞ്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ UK-യിലാണ്, ഡിന്നർ എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അമേരിക്കയിൽ എന്ന രീതിയിലായിപ്പോയി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട മക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ പഠിച്ച് വീണ്ടും പറയുന്നത്, പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങൾ മദ്യപിച്ചാലും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണ്ടിയാണ്, മറ്റവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ദയവായിട്ട് ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ എല്ലാം അച്ചടക്കം പാലിക്കണം, നിങ്ങളെ തന്നെ ഒന്ന് നിയന്ത്രിക്കണം. ഇതിനു വേണ്ടി ഒരു പോലീസ് വരണോ? അവസാനം ഇന്നലെ പോലീസ് എല്ലാം ഇടപെടേണ്ടി വന്നതാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾക്കറിയാം, എന്തെങ്കിലും സംഭവിച്ച് ഒരു കേസായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും നിങ്ങളും പിന്നെ കേസിൻ്റെ പുറമെ വർഷങ്ങൾ പോകേണ്ടി വരും, വിദേശത്ത് പോകാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ ഇടപെടണമെന്നാണ് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പേടിപ്പിക്കാനല്ല, ദയവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഇന്ന് നമുക്ക് കലാപരിപാടികൾ ഇല്ല, നാളെ മുതൽ വീണ്ടും ഉണ്ട്. നാളെ മുതൽ നമ്മൾ ചെയ്യുന്ന കലാപരിപാടികൾ ഒരു ചെറിയ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. എന്നാൽ KCYM പ്രോഗ്രാമിൽ ഒരു 7 പ്രോഗ്രാം എന്തോ ഉണ്ട്, കൂടുതലില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യേണ്ടി വരും. ഒന്നുകൂടെ മാറ്റത്തിന് എല്ലാവരും വിധേയമായിരിക്കുക. ഇതുവരെ സ്ക്രീനിങ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേ നമ്മൾ അവതരിപ്പിച്ചായിരുന്നു. ഇനി നമ്മൾ ആർക്കും അവസരം കൊടുക്കുന്നില്ല. എന്നാൽ നാളെ മുതൽ നമ്മൾ വീണ്ടും പ്രോഗ്രാംസ് എല്ലാം തുടങ്ങുകയാണ്. അതുകൊണ്ട് സ്ക്രീനിങ് ഇല്ലാതെ അവിടെ ആർക്കും തന്നെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ചെറിയ പ്രശ്നം ഈ വർഷം വരെ അതിൻ്റെ പേരും ചൊല്ലി പല പ്രാവശ്യം പല സമയങ്ങളിൽ അടിയും പ്രശ്നങ്ങളും ഉണ്ടായി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ അടിക്ക് ശേഷം ഞാനിവിടെ വന്നതിന് ശേഷം 3 വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാതാണ് പോയത്. കഴിഞ്ഞ വർഷം തിന്നാണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ചെറിയ ഇത് വന്ന് അത് ഒരു വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് ഒന്നിനും ആരും പോകരുത്. എല്ലാവരും സമാനത്തോടെ കാര്യങ്ങൾ ചെയ്യുക, അനുസരിക്കുക. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമായതാണ്. ഞങ്ങൾക്ക് എല്ലാം തികഞ്ഞവരല്ല. നിങ്ങളെ നയിക്കാൻ വേണ്ടി ഉള്ള വ്യക്തികൾ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അത് എളിമയോടെ നിങ്ങൾ അനുസരിക്കണം. അനുസരിച്ച് കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നല്ല രീതിയിൽ തിരുനാൾ ആഘോഷിക്കാൻ സാധിക്കും. അനുസരിക്കാതെ വരുമ്പോഴാണ്, ധിക്കാരം കാണിക്കുമ്പോഴാണ് അത് വലിയ ഇടവകയിൽ വലിയ പ്രശ്നങ്ങളായിട്ടെല്ലാം മാറുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് അനുസരണയോടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കും. നാളെ മുതലുള്ള പ്രോഗ്രാമിലും അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദിവസവും തീർത്ഥാടകർക്ക് വേണ്ടി 10:30 മണിക്ക് ഉള്ള കുർബാന. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ഈ വൈകിട്ടുള്ള കുർബാനയ്ക്ക് വരാൻ പറ്റാതെ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, രാത്രി യാമങ്ങളിൽ വരാൻ പറ്റത്തില്ല, പേടി, ഇതെല്ലാം ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ സമയം വച്ചിരിക്കുന്ന തീർത്ഥാടകർക്കുള്ള ദ്വീപലി. ആ ബലിയിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കണം. ഈ 10 ദിവസവും പ്രത്യേകിച്ച് ചിലപ്പോൾ ആട്ടോ പിടിക്കേണ്ടി വരും, കുറച്ച് പൈസ മുടക്കേണ്ടി വരും. അതെല്ലാം ചെയ്ത് നിങ്ങൾ വന്ന് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സ്തുതിക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ 1 വർഷകാലമായിട്ട് വിശുദ്ധ മിഖായേൽ മാലാഖ വഴി ദൈവം നമുക്ക് ചെയ്ത നന്മകൾക്ക് നന്ദിയർപ്പിക്കുകയും സംരക്ഷണത്തിന് നന്ദിയർപ്പിക്കുകയും വീണ്ടും സംരക്ഷണം യാചിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടെയാണ്. അതുകൊണ്ട് ഇത് തിരുനാൾ ദിവസം പോയാൽ മതി, വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി എന്ന് ഇരിക്കരുത്. എല്ലാ ദിവസവും സാധിക്കുന്നവരെ പ്രായമായവർ, രോഗികൾ എല്ലാവരെയും അതിൽ കൊണ്ടുവന്ന് അവർക്ക് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ കൂടുതൽ വരുന്നില്ല. ഇപ്പോഴെല്ലാം ഓണം ഹോളിഡേയ്സാണ്, നിങ്ങൾക്കറിയാം. എല്ലാവരും വീടുകളിലാണ്. എവിടെ കുട്ടികൾ എവിടെ പോയി? ഈ തിരുനാൾ പ്രായമായ പള്ളി പോയവർക്ക് മാത്രമാണോ? കിളവിമാർക്ക് മാത്രമാണോ? അല്ലെങ്കിൽ ഇങ്ങനെ പള്ളിയിൽ വരുന്നവർക്ക് മാത്രമാണോ? ഇത് ഇടവക മുഴുവനും ചേർന്ന് നന്ദിയർപ്പിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ പ്രേരിപ്പിക്കണം, കൈയോടെ പിടിച്ച് കൊണ്ടുവരണം.
അവരെല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ കൊണ്ടുവരണം. ഇപ്പോൾ എക്സാം ഉണ്ടായിരുന്ന നേരത്തെ നമുക്കറിയാം, ഇപ്പോൾ എക്സാം ഇല്ല, എല്ലാം ലീവിലാണ്. അതുകൊണ്ട് ദയവായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക. നാളെ ദിവസം തിരുനാടിൻ്റെ 3-ാം ദിവസം നമ്മൾ 10 മണിക്ക് നൊവേനയോടുകൂടി തുടങ്ങും. ദിവ്യബലി അഭിമന്യ സൂസപാക്യം പിതാവാണ് നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത്. ദിവ്യബലിക്ക് ശേഷം 12 മണിക്ക് സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കും. സ്നേഹവിരുന്നിന് വീടുകളിൽ ആർക്കെങ്കിലും ഭക്ഷണം കൊണ്ടുപോകണമെന്ന് തോന്നുമെങ്കിൽ പാത്രങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരണം. കഴിഞ്ഞ വർഷം എടുത്ത പാത്രം ഇതുവരെ തിരിച്ച് മേടയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇല്ല, പാത്രങ്ങളില്ല, എടുക്കാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള പാത്രവും വീടുകളിൽ കൊണ്ടുപോകാൻ പാടില്ല. ദയവായിട്ട് ഒത്തിരി പേർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതെല്ലാം പറയേണ്ടി വരുന്നത്, നാണക്കേടാണ്. അതുകൊണ്ട് ദയവായിട്ട് ഇതെല്ലാം പറയാൻ അനുവദിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് പാത്രം കൊണ്ടുവരിക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം പ്രായമായവർക്കും രോഗികൾക്കും വേണ്ടി കൊണ്ടുപോകുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ ക്രമീകരിക്കുക. കൂട്ടം കൂടരുത്. നാളെ ചിലപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തീർത്ഥാടകരെല്ലാം ഉണ്ടാകും. അവർക്കും രോഗികൾക്കും ആദ്യം പ്രായമായവർക്കും ആദ്യം ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുക. അവർ കഴിച്ചതിന് ശേഷം ഇടവക ജനങ്ങൾ അതിൽ പങ്കുചേരുക. എല്ലാവരും സമാധാനത്തോടെ നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ആ സ്നേഹവിരുന്നിൽ എല്ലാവരും പങ്കുചേരണമെന്ന് അറിയിക്കുന്ന സ്നേഹവിരുന്ന് സ്പോൺസർ ചെയ്യുന്ന സുഭാഷ് മൈക്കിൾ കുടുംബത്തിന് നന്ദിയോടെ ഇപ്പോൾ തന്നെ ഓർക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പങ്കുചേരുക. നാളത്തെ വായനയ്ക്ക് ഉള്ള പ്രാക്ടീസ് ചെയ്യുവാനും പള്ളി വൃത്തിയാക്കുവാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം 1:30 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുക. 1:30 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വായന പ്രാക്ടീസ് അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുവാനും പള്ളി വൃത്തിയാക്കുവാനും നമുക്ക് സാധിക്കും. അതിനുശേഷം നിങ്ങൾ വീടുകളിൽ പോയി നല്ല രീതിയിൽ കുളിച്ച് വൃത്തിയാക്കി ഡ്രസ്സ് കൊടുത്തി വരാൻ സമയം കിട്ടും. അതുകൊണ്ട് ലേറ്റാക്കരുത്. പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ദയവായിട്ട് കാര്യം ശ്രദ്ധിക്കുക. ചെരുപ്പ് നിങ്ങൾ കൊണ്ടുവന്ന ചെരുപ്പ് തന്നെ തിരിച്ച് കൊണ്ടുപോകാൻ നോക്കുക. എല്ലാ വർഷവും എൻ്റെ അടുത്ത് വന്ന് അച്ഛാ എൻ്റെ ചെരുപ്പ് പോയി CCTVയിൽ കാണുന്നു പറഞ്ഞ് ഞാൻ എത്ര പ്രാവശ്യം കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇട്ട് വരുന്ന ചെരുപ്പ് തന്നെ വീണ്ടും ഇട്ടുകൊണ്ട് പോകാൻ നോക്കുക. മറ്റവരുടെ നല്ല പുതിയ ചെരുപ്പുകളെ ഇടാൻ ശ്രമിക്കരുത് ദയവായിട്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അനൗൺസ്മെൻറ്റിൽ പറയുന്ന രീതിയിൽ വയ്ക്കാൻ പാടില്ല മക്കളെ. നിങ്ങൾ നല്ല ആൾക്കാരല്ലേ. പുതുക്കുറിച്ച് ഇടവക കുറച്ചുകൂടെ ഒരു നിവ്യൂ സ്റ്റേറ്റസ് എല്ലാം കൂടുതൽ ഉള്ളതല്ലേ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയിപ്പിക്കാൻ ഇടം വരുത്തരുത് ദയവായിട്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. നാളെ ദിവസം വൈകിട്ട് 5-ാം വാർഡും സിസ്റ്റേഴ്സും അൽത്താര ബാലകന്മാരുമാണ് വൈകിട്ട് കുർബാനയ്ക്ക് നേതൃത്വം നൽകേണ്ടത്. ഒരുക്കത്തോടെ ഇരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും വൈദികർക്കും നന്ദി അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിന്റെ ശക്തിയാൽ ബലം പ്രാപിച്ച ഞങ്ങൾ അങ്ങേ മാലാഖമാരുടെ വിശ്വസ്ത സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തോടെ സുധീരം മുന്നേറുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. താളം തുള്ളും
കായലുളം ശ്രുതി നീട്ടും തീരഭൂവിൽ വാണരുളും മിഖായേലേ കടലര താളം തുള്ളും കായലോളം ശ്രുതി വീട്ടും തീരഭൂവിൽ വാണരുളും മിഖായേലേ അണയുന്നു ഭക്തങ്ങൾ തിരുസന്നിധേ അണയുന്നു ഭക്തങ്ങൾ തിരുസന്നിധേ മുഖ്യദൂത മിഖായേലേ ശക്തനാകും സൈന്യാധിപ മുഖ്യദൂത മിഖായേലേ ശക്തനാകും സൈന്യാധിപ മാധ്യസ്ഥ്യമേഖലേ പ്രാർത്ഥനകളേ മാധ്യസ്ഥ്യമേഖലേ പ്രാർത്ഥനകളേ തിരമാല പോലുയരും ദുരിതങ്ങളിൽ ഭയം തോന്നും ഭീകര സ്വപ്നങ്ങളിൽ തിരമാല പോലുയരും ദുരിതങ്ങളിൽ ഭയം തോന്നും ഭീകര സ്വപ്നങ്ങളിൽ വളരുന്ന സാത്താനെ നിഗ്രഹിക്കുവാൻ ആഗ്നേയവാളുമായി നീ വരണേ അലറുന്ന സാത്താനെ നിഗ്രഹിക്കുവാൻ ആഗ്നേയവാളുമായി നീ വരണേ ആശ്രയമേകുവാൻ വന്നിടണേ മുഖ്യദൂത മിഖായേലേ ശക്തനാകും സൈന്യാധിപ മുഖ്യദൂത മിഖായേലേ ശക്തനാകും സൈന്യാധിപ മാധ്യസ്ഥ്യമേഖലേ പ്രാർത്ഥനകളേ മാധ്യസ്ഥ്യമേഖലേ പ്രാർത്ഥനകളേ